ഹായ് മക്കളെ, നമസ്കാരം. കേശിനി മൊഴി എന്ന +2 മലയാളത്തിലെ പാഠഭാഗം ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് കവർ ചെയ്യുന്ന ഈ വീഡിയോയിലേക്ക് മക്കൾക്ക് സ്വാഗതം. സെറ്റാണല്ലോ? പാഠഭാഗത്തിന്റെ പേര് കേശിനി മൊഴി എന്നാണ്. ഇതെന്താണ് സാധനം? ഈ പാഠഭാഗം എന്ന് പറയുന്നത്, കേശിനി മൊഴി എന്ന പാഠഭാഗം യഥാർത്ഥത്തിൽ ഇതൊരു ആട്ടക്കഥയാണ്. എന്താണ് ആട്ടക്കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഥകളി എന്താണ്? ഒരു ദൃശ്യകലാരൂപമാണ്. കഥകളിയുടെ സാഹിത്യ രൂപത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആട്ടക്കഥ എന്ന് വിളിക്കുന്നത്. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. പ്രസിദ്ധമായിട്ടുള്ള ആട്ടക്കഥയാണ് നളചരിതം ആട്ടക്കഥ. പ്രസിദ്ധമായിട്ടുള്ള ആട്ടക്കഥയാണ് നളചരിതം ആട്ടക്കഥ. അതിൽ നിന്നെടുത്തൊരു ഭാഗമാണ് കേശിനി മൊഴി. ആരാണ് കൃതി രചിച്ചിരിക്കുന്നത്? ഉണ്ണായി വാര്യരാണ്. ഉണ്ണായി വാര്യരുടെ പ്രസിദ്ധമായ കൃതിയാണ് നളചരിതം ആട്ടക്കഥ. ആ നളചരിതം ആട്ടക്കഥയിൽ നിന്നെടുത്തതാണ് കേശിനി മൊഴി. അപ്പൊ എന്താണ് ആട്ടക്കഥ? കഥകളിയുടെ സാഹിത്യ രൂപത്തിനെയാണ് ആട്ടക്കഥ എന്ന് പറയുന്നത്. പ്രസിദ്ധമായ ആട്ടക്കഥ രചയിതാവാണ് ഉണ്ണായി വാര്യർ. ഉണ്ണായി വാര്യരുടെ പ്രസിദ്ധമായിട്ടുള്ള ആട്ടക്കഥയാണ് നളചരിതം ആട്ടക്കഥ. ആ നളചരിതം ആട്ടക്കഥയിൽ നിന്നെടുത്ത ഭാഗമാണ് കേശിനി മൊഴി. അല്ലേ? നളനും ദമയന്തിയും തമ്മിൽ വിവാഹം കഴിഞ്ഞ് കലിയുടെ പ്രേരണ കൊണ്ട് രണ്ടുപേരും രാജ്യം വിട്ട് മറ്റൊരു കാട്ടിലേക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു? പലായനം ചെയ്യേണ്ടി വരുന്നു. അവിടെ വെച്ച് നളൻ ദമയന്തിയെ ഉപേക്ഷിച്ച് എങ്ങോട്ടോ കടന്നു കളയുന്നു. തിരിച്ച് രാജകൊട്ടാരത്തിലെത്തിയ ദമയന്തി നളനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് തൻ്റെ രണ്ടാമത്തെ സ്വയംവരം എന്ത് ചെയ്യുന്നു? വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. അത് കേട്ടിട്ടെങ്കിലും ആര് വരും? നളൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ മറ്റൊരു വേഷത്തിലായ ബാഹുകന്റെ വേഷത്തിലുണ്ടായിരുന്ന നളൻ കൊട്ടാരത്തിൽ എത്തിച്ചേരുന്നു. ഋതുപർണ രാജാവിൻ്റെ തേരാളിയായിട്ടായിരുന്നു വന്നത്. ആ വന്നിരിക്കുന്ന ബാഹുകൻ നളൻ തന്നെയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ദമയന്തി തൻ്റെ തോഴിയായ ആരെ? കേശിനിയെ പറഞ്ഞയക്കുന്നു. ആ കേശിനിയുടെ വാക്കുകൾ ആര് കേൾക്കാണ്? ദമയന്തി കേൾക്കാണ്. പാഠഭാഗത്ത് നോക്കുക. ഉണ്ണായി വാര്യർ 1675 1755 ഇടയിൽ ജീവിതകാലം എന്ന് പറയപ്പെടുന്നു ഉണ്ണായി വാര്യരുടെ. ഇരിങ്ങാലക്കുട അകത്തൂട്ട് വാര്യത്താണ് ജനിച്ചതെന്ന് അഭിപ്രായമുണ്ട്. നളചരിതം ആട്ടക്കഥ എന്നൊരൊറ്റ കൃതി കൊണ്ട് മലയാള സാഹിത്യത്തിൽ തൻ്റെതായ സ്ഥാനം നേടിയെടുത്ത കവിയാണ് ഉണ്ണായി വാര്യർ. വാര്യരുടെ ജീവിതകാലം, ജന്മസ്ഥലം എന്നിവയെക്കുറിച്ച് ഭിന്ന അഭിപ്രായങ്ങളുണ്ട്. മഹാഭാരതത്തിലെ നളദമയന്തി കഥയെ നാടകീയതയും കാവ്യാത്മകതയും ഒത്തുചേർന്ന കാവ്യമാക്കി വാര്യർ മാറ്റി. അഭിനയ ഗുണം തികഞ്ഞ ആട്ടക്കഥ എന്ന നിലയിലും സാഹിത്യ ഗുണം തികഞ്ഞ കാവ്യമെന്ന നിലയിലും നളചരിതം പ്രസിദ്ധമാവുന്നു. കേരളത്തിൻ്റെ ശാകുന്തളമെന്ന് നളചരിതം ആട്ടക്കഥയെ വിശേഷിപ്പിക്കാറുണ്ട്. സെറ്റാണല്ലോ? ദെൻ നെക്സ്റ്റ് പാഠസംഗ്രഹത്തിലേക്ക് വരാം. അങ്ങനെ വന്നിരിക്കുന്ന ബാഹുകൻ നളൻ തന്നെയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് കേശിനി പോവാണ്. കേശിനി നേരിട്ട് ബാഹുകന്റെ അരികിലെത്തി അവനോട് കളിമട്ടിൽ പലതും സംസാരിച്ചതിന് ശേഷം ഒളിച്ചു നിന്ന് നിരീക്ഷിച്ച് ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി. എന്നിട്ട് ദമയന്തിയെ ഒറ്റക്ക് മാറ്റി നിർത്തിയിട്ട് നമ്മുടെ കേശിനി പറഞ്ഞു, ലക്ഷ്മി ദേവിയെ പോലെ സുന്ദര ശരീരമുള്ള വൈദർഭി. ഓർത്തു വെക്കുക, വിദർഭ രാജാവിൻ്റെ മകളായതുകൊണ്ടാണ് വൈദർഭി. വിദർഭ രാജ്യത്തെ രാജകുമാരി ആയതുകൊണ്ട് വൈദർഭി. നീ കേട്ടാലും ബാഹുകൻ ഒരു പുരുഷ രത്നം തന്നെയാണ്. ബുദ്ധിമാനായ അവൻ എന്നോട് അവൻ്റെ പേരും മറ്റ് വിശേഷങ്ങളും പറഞ്ഞു. അവൻ പറയുന്നത് നളൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണ്. ഇനി അഥവാ തെറ്റ് ചെയ്താലും കുലനാരിയായ ദമയന്തി കോപിക്കാൻ പാടില്ലത്രേ. അവൻ ദുഷ്ടനല്ല. അവൻ്റെ വാക്കുകളിൽ, അതായത് ബാഹുകൻ ദുഷ്ടനല്ല. ബാഹുകന്റെ വാക്കുകളിൽ ചതി ഉണ്ടെന്നും തോന്നുന്നില്ല. ബാഹുകൻ പിന്നെ പലതും പറഞ്ഞ് കണ്ടിടത്തോളം നമ്മൾ ഉദ്ദേശിച്ച പോലെ അത് നളൻ തന്നെയാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നത്. എന്നിട്ടോ എന്തൊക്കെയാണ് പിന്നെ കണ്ടത്? ഭക്ഷണം പാകം ചെയ്യാൻ രാജാവിൻ്റെ നിർദ്ദേശാനുസരണം വേണ്ടതെല്ലാം എത്തിച്ചപ്പോൾ ആ കുടത്തിൽ താനേ ജലം നിറയുന്നു. പണ്ട് ഇന്ദ്രന്റെ അടുത്ത് നിന്ന് കിട്ടിയ വരമാണ്. ഇനി അഗ്നി അഹങ്കാരമില്ലാതെ വേണ്ട അളവിൽ കത്തി. അഗ്നിദേവന്റെ അടുത്തുനിന്നും നളൻ അങ്ങനെ ഒരു വരം കിട്ടിയിട്ടുണ്ട്. അവൻ എല്ലാം പെട്ടെന്ന് വെച്ചൊരുക്കി. പിന്നീട് ഋതുപർണ രാജാവിനെ കണ്ട് വണങ്ങിയിട്ട് തേരിൽ വന്ന് ഒതുങ്ങിക്കൂടി. അപ്പോഴാണ് തേര് അലങ്കരിച്ചിരുന്ന പൂക്കൾ വാടിയിരിക്കുന്നത് കണ്ട് വിഷമിച്ച അവൻ അവയെ തലോടിയപ്പോൾ അവയെല്ലാം പുതുശോഭയോടെ വിളങ്ങി. കേശിനിയുടെ ഈ വിവരണങ്ങൾ കേട്ടിട്ടാണ്
നൈഷധൻ ഇവൻ താൻ ഒരു ഈശലില്ലമേ നിർണയം. നൈഷധ രാജ്യത്തെ രാജാവായ നളൻ ഇവൻ തന്നെയാണ്, അതിലൊരു സംശയവുമില്ല എന്ന് ആരുറപ്പിക്കുന്നത്? ദമയന്തി ആ ബോധ്യത്തിലേക്ക് എത്തിച്ചേരുന്നത്. സെറ്റാണല്ലോ, സെറ്റ്. ദെൻ നെക്സ്റ്റ് നോക്കുക. നളചരിതത്തിന്റെ ഭാഷാപരമായ സവിശേഷതകളെ കുറിച്ച് 4 or 5 വാക്യത്തിൽ കുറിപ്പെഴുതുക. ചോദ്യം വന്നാൽ എഴുതിക്കൊള്ളുക. നളചരിതത്തെക്കുറിച്ച് പഠിച്ച കാന്താര താരകത്തിൽ നളചരിത ഭാഷയെ വെങ്കല ഭാഷ എന്നാണ് AR രാജരാജവർമ്മ പറഞ്ഞത്. സംസ്കൃത മലയാള ഭാഷാ പദങ്ങളെ യാതൊരു നിയമവുമില്ലാതെ കൂട്ടിക്കലർത്തിയിരിക്കുകയാണ്. അർത്ഥവും ഭാവവും ഒട്ടും ചോർന്നു പോകാതെ കവിതയുടെ ശബ്ദഭംഗിയും താളഭംഗിയും നിലനിർത്താൻ വാര്യർക്ക് കഴിഞ്ഞത് ഭാഷാപരമായ ഈ കഴിവുകൊണ്ടാണ്. വാക്കുകളെ എങ്ങനെ മുറിക്കാനും ഏത് ക്രമത്തിൽ അടുക്കാനും തലതിരിച്ചിടാനും ഉണ്ണായി വാര്യർ മടിച്ചിട്ടില്ല. കവിതയുടെ പ്രാസഭംഗിക്ക് വേണ്ടി ചെയ്ത അത്തരം വിചിത്ര പദയോഗങ്ങൾ കഥകളി സംഗീതജ്ഞർക്കും ഈ കൃതിയെ പ്രിയങ്കരമാക്കി. ഇനി നോക്കുക. നൈഷധൻ ഇവൻ താൻ ഒരു ഈശലല്ലമേ നിർണയം എന്ന് പറഞ്ഞാലും ഭാവുകൻ തന്നെയാണ് നളൻ എന്ന് ദമയന്തിക്ക് ബോധ്യമായതും എങ്ങനെയാണ്? 2 ചോദ്യം വന്നാലും ഒരു ഉത്തരമാണ് എഴുതേണ്ടത്. നോക്കുക. ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയുടെ 4ാം ദിവസം ഋതുപർണ രാജാവിനെയും കൊണ്ട് വിദർഭയിലെത്തിയ ബാഹുകന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ തോഴിയായ കേശിനിയെയാണ് ദമയന്തി നിയോഗിച്ചത്. ബുദ്ധിമതിയും സൂക്ഷ്മ നിരീക്ഷണ പടുവുമായ കേശിനി നേരിട്ട് തന്നെ ബാഹുകന്റെ അരികിലെത്തി അവനോട് കളിമട്ടിൽ പലതും സംസാരിച്ചു. ബാഹുകന്റെ പെരുമാറ്റം സൂക്ഷ്മമായി നിരീക്ഷിച്ച കേശിനി ചില ധാരണകളിലെത്തി. 1, ബാഹുകൻ ഉത്തമനായ ബുദ്ധിശാലിയായ പുരുഷനാണ്. 2, അയാൾ ദുഷ്ടനല്ല, അയാളുടെ വാക്കുകളിൽ വഞ്ചനയില്ല. ബാഹുകനാണെങ്കിൽ നളന്റെ പക്ഷം പിടിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ കണ്ടെത്തലുകൾക്ക് ശേഷം കേശിനി ഒളിച്ചു നിന്ന് ബാഹുകനെ നിരീക്ഷിച്ചു. അപ്പോൾ വിചിത്രമായ ചില കാര്യങ്ങൾ കണ്ടു. പാചകത്തിനായി ബാഹുകൻ കുടം അടുപ്പിൽ വെച്ചപ്പോൾ അതിൽ ജലം തനിയെ നിറയുന്നു, വേണ്ടുവോളം തീ തനിയെ കത്തുന്നു, അതിവേഗം ഭക്ഷണം പാകം ചെയ്യുന്നു. മറ്റൊരു വിചിത്ര കാര്യവും കേശിനി കണ്ടു. നളൻ തലോടിയപ്പോൾ വാടിയ പൂക്കളൊക്കെ പുതുപൂക്കളാകുന്നു. ഈ സവിശേഷതകളെല്ലാം വിവാഹവേദിയിൽ വെച്ച് ഇന്ദ്രൻ, അഗ്നി, വരുണൻ, യമൻ എന്നീ ദേവന്മാർ നളന് നൽകിയ വരങ്ങളുടെ അടയാളമാണെന്ന് തിരിച്ചറിഞ്ഞ കേശിനി ഈ കാര്യങ്ങളെല്ലാം ദമയന്തിയെ അറിയിച്ചു. ഇത് കേട്ടപ്പോഴാണ് ബാഹുകൻ നളൻ തന്നെയാണെന്ന് ദമയന്തിക്ക് ബോധ്യമായത്. സെറ്റ്. ഇനി പാഠഭാഗത്ത് ചോദിക്കാൻ സാധ്യതയുള്ള അടുത്ത ചോദ്യമാണ്, കേശിനി എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്ത് കുറിപ്പെഴുതുക. കേശിനി എന്ന കഥാപാത്ര നിരൂപണം. കേശിനി ആരാണ്? തോഴിയാണ്. വധങ്ങളും പരിണയങ്ങളും അല്ലെ, ഓരോ കൊലപാതകങ്ങളും വിവാഹങ്ങളെ കുറിച്ചാണ് ആട്ടക്കഥാ സാഹിത്യത്തിൽ ആകെ തിരഞ്ഞാലും വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങളെ അപൂർവമായ കണ്ടെത്താനാവും. പക്ഷെ ഉണ്ണായി വാര്യരുടെ നളചരിതത്തിലെ ചെറിയ കഥാപാത്രങ്ങളായ സുദേവൻ, പർണാദൻ, കേശിനി തുടങ്ങിയ സേവക കഥാപാത്രങ്ങൾ പോലും സവിശേഷ വ്യക്തിത്വത്തിന്റെ ഉടമകളാണ്. ബാഹുകന്റെ രഹസ്യങ്ങൾ അറിയാൻ കേശിനി എന്ന തോഴിയെയാണ് ദമയന്തി നിയോഗിച്ചത്. 2ാം വിവാഹം എന്ന രഹസ്യ സന്ദേശം അയച്ച് ബാഹുകൻ വിദർഭയിലെത്താൻ സാഹചര്യം ഒരുക്കിയതുൾപ്പെടെ ദമയന്തിയുടെ രഹസ്യ നീക്കങ്ങൾ അറിയുന്നവളാണ് കേശിനി. അവളുടെ ബുദ്ധിശക്തിയിലും ആത്മാർത്ഥതയിലും രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവിലും ഒട്ടും ശങ്കയില്ലാത്തത് കൊണ്ടാണ് ഈ ദൗത്യവും കേശിനിയെ ഏൽപ്പിക്കുന്നത്. ബാഹുകനോട് കളിമട്ടിൽ സംസാരിക്കുന്ന കേശിനി ഭയങ്കര സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണ കഴിവുണ്ട്, മനഃശാസ്ത്രബോധവും പരഹൃദയജ്ഞാനവും പ്രകടമാണ്. വിരൂപനെങ്കിലും ബാഹുകന്റെ വ്യക്തിത്വത്തിന്റെ മഹത്വം അവൾക്ക് കണ്ടെത്താനാവുന്നത് അതുകൊണ്ടാണ്. നളദമയന്തി കഥ പറഞ്ഞുകൊണ്ട് നളന്റെ ഉള്ളറിയുന്നിടത്ത് കേശിനി എന്ന കൗശലക്കാരിയെ നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ചറിയാം. സെറ്റാണല്ലോ, ഓക്കെ ആണല്ലോ. അപ്പൊ പാഠഭാഗം ഒരു തവണ കൂടി കേൾക്കുക, ചോദ്യോത്തരങ്ങൾ സെറ്റാക്കിക്കൊള്ളുക. ഓക്കെ, അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പാഠഭാഗം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.